വേതന വർധനവുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ആശാ വർക്കർമാരുടെ സമരം തുടരുന്നതിനിടെ വാരപ്പെട്ടി പഞ്ചായത്തിലെ ആശാ വർക്കർമാർക്ക് അധിക ഇൻസെന്റീവ് ലഭിക്കും. പ്രതിമാസം 1500 രൂപ വീതം ഇൻസെന്റീവ് നൽകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിന്റെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 29 കോടി രൂപയുടെ ബജറ്റാണ് പഞ്ചായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കർമാർക്ക് പ്രതിമാസം 1500 രൂപ വീതം ഇൻസെന്റീവായി നൽകുവാനാണ് ഭരണസമിതിയുടെ തീരുമാനം. ഇതിനായി 5 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ബജറ്റിൽ വകയിരുത്തി. കൂടാതെ എല്ലാ ആശാ വർക്കർമാർക്കും ഒരു സ്മാർട്ട് ഫോണും നൽകും. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അവതരിപ്പിച്ച ബജറ്റിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വനിതാ ക്ഷേമ പരിപാടികൾ ഉൾപ്പെടുത്തി ആശാ വർക്കർമാർക്ക് 1500 രൂപ പ്രതിമാസ ഇൻസെന്റീവ് നൽകുന്നതിനും ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി ടാബ് കൊടുക്കുന്നതിനുമായി 5 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. 29 കോടി 15 ലക്ഷം രൂപ വരവും 28 കോടി 29 ലക്ഷം രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് പഞ്ചായത്തിന്റെ ബജറ്റ്. മാലിന്യമുക്ത കേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃക MCF പഞ്ചായത്തിൽ സ്ഥാപിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. ഇതിനായി 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 2 കോടി രൂപയും റോഡുകളുടെ നവീകരണത്തിനും പുതിയവ നിർമ്മിക്കുന്നതിനും 4.5 കോടി രൂപ ചെലവഴിക്കാനുമാണ് തീരുമാനം. ഭവന പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭൂരഹിത, ഭവനരഹിത, പട്ടികജാതി കുടുംബങ്ങൾക്ക് മുഴുവൻ പേർക്കും സ്ഥലവും വീടും, ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ്, വിദേശ ഉന്നത പഠനത്തിനായി പോകുന്ന മുഴുവൻ പേർക്കും ധനസഹായം എന്നിവയ്ക്കായി 25 ലക്ഷം രൂപ. പഞ്ചായത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് ബജറ്റ് എന്ന് പ്രസിഡന്റ് CK ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് തന്നെ ആദ്യത്തേതാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ വലിയ പുരോഗതി കൈവരിച്ചത്. നമ്മൾ കഴിഞ്ഞ 4 വർഷവും നമുക്ക് കിട്ടിയ പൈസ 100% ചെലവഴിച്ച പഞ്ചായത്താണ്. 100% നികുതി പിരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. ഈ വർഷവും ഇന്നലെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്തിൽ ഒന്നായി നമ്മൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ ചെലവിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ ഏതാണ്ട് 12 സ്ഥാനത്ത് നമ്മൾ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ചെലവായെങ്കിലും നമ്മുടെ കണക്കിലേക്ക് കയറി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കണക്കുകൾ ജില്ലയിൽ കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ടാക്സ് പിരിവിൽ ഇന്നലെ നമ്മൾ കണക്കെടുക്കുമ്പോൾ ജില്ലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തായി ഇന്നലെ നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. അതൊരു ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒരുമിച്ച് കൈകോർക്കുമ്പോഴാണ്, അവരെ ചേർത്ത് നിൽക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത്. പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് മെമ്പർമാരും ജീവനക്കാരും പങ്കെടുത്തു. GTV ന്യൂസ് കോതമംഗലം.